ഖജനാവിൽ പൂച്ച പെറ്റിക്കിടക്കുന്നു എന്ന് പറഞ്ഞ വി ഡി സതീശനാണ് അധികാരത്തിൽ കയറിയ ഉടൻ 1000 കോടിയുടെ പെൻഷൻ വിതരണം ചെയ്യുന്നതെന്ന് MV ജയരാജൻ. മുൻപ് കേരളിന്റെ കുറ്റിപൊരിച്ചു കളയുവാൻ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി വന്ദേ ഭാരത് വന്നപ്പോൾ ആദ്യ യാത്രക്കാരനായി ഉണ്ടായിരുന്നു എന്നത് മറക്കരുത്. അതുകൊണ്ട് തന്നെ കേരയിൽ പദ്ധതി അവസാനിപ്പിച്ച സർക്കാർ ഭാവിയിൽ വയനാട് തുരങ്ക പദ്ധതിക്കും ദേശീയപാത വികസനത്തിനും സ്റ്റോപ്പ് മെമ്മോ നൽകുമോ എന്നാണ് അറിയേണ്ടതെന്നും MV ജയരാജൻ കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. സിൽവർ ലൈൻ വേണ്ട എന്നാണ് അവരുടെ നയം. അതേ UDF വന്ദേ ഭാരത് വന്നപ്പോ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സിൽവർ ലൈനിന്റെ കുറ്റി പൊരിക്കാനുള്ള സമരത്തിൽ പങ്കെടുത്ത തൃക്കാക്കര MLA വന്ദേ ഭാരത് വന്നപ്പോ എറണാകുളത്ത് ഏറ്റവും ആദ്യം വണ്ടി കയറിയിട്ടുമുണ്ട്. ഇനി അവർ വയനാട് തുരങ്കപാത പാതി വഴിയിൽ നിർത്തിയിട്ട് പണി റദ്ദാക്കാനുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇനി അവർ ദേശീയപാത അവശേഷിക്കുന്നത് പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ സ്റ്റോപ്പ് മെമ്മോ കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കുമോ എന്നാണ് അറിയാനുള്ളത്. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ.